നമസ്കാരം. നിലച്ചിരിക്കാതെ വോഡഫോൺ കമ്പനിക്ക് ലഭിച്ച ഇരുട്ടടിയായി മാറുകയാണ് മലപ്പുറം ജില്ലാ ഉപഭോക്തൃ കോടതിയുടെ വിധി. വോഡഫോൺ സിം വഴി ഉപഭോക്താവിന് ലഭിച്ച ഡാറ്റ ബാലൻസിന്റെ കാര്യത്തിൽ ഉപഭോക്താവിനെ കബളിപ്പിച്ച വോഡഫോണിനോട് 8,000 രൂപ നഷ്ടപരിഹാരം നൽകാനാണ് ഉപഭോക്തൃ കോടതി വിധിച്ചത്. വിധി വന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടും വോഡാഫോൺ തുക നൽകാത്തതിനാൽ വോഡാഫോൺ ഇപ്പോൾ കോടതി അലക്ഷ്യ നടപടികൾ കൂടി നേരിടേണ്ടി വന്നിരിക്കുകയാണ്. മലപ്പുറം ജില്ലയിൽ പൊന്നാനി താലൂക്കിൽ ചങ്ങരംകുളം കല്ലൂർമ സ്വദേശിയായ പറപ്പൂർ കീഴുവിട്ടുവളപ്പിൽ ബൽരാജാണ് ഡാറ്റ ബാലൻസ് പ്രശ്നത്തിൽ തന്നെ കബളിപ്പിച്ച വോഡഫോണിന് 8ന്റെ പണി നൽകിയിരിക്കുന്നത്. ഫോണിൽ നിലനിന്നിരുന്ന 3 GB ഡാറ്റ ബാലൻസ് നഷ്ടമാകാതിരിക്കാൻ 30 രൂപയ്ക്ക് റീചാർജ് ചെയ്താൽ മതി എന്ന വോഡഫോൺ കമ്പനി എക്സിക്യൂട്ടീവിന്റെ നിർദ്ദേശമാണ് കമ്പനിയെ വെള്ളം കുടിപ്പിച്ച നഷ്ടപരിഹാര വിധിയായി ഇപ്പോൾ മാറിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ബാലരാജിന്റെ വോഡഫോൺ സിമ്മിൽ 3 GB ഡാറ്റ ബാലൻസ് ഉണ്ടായിരുന്നു. ഇത് നഷ്ടമാകാതിരിക്കാൻ ബൽരാജ് വോഡഫോൺ കസ്റ്റമർ കെയറിൽ വിളിച്ചു. 31 രൂപയുടെ റീചാർജ് ചെയ്താൽ 28 ദിവസത്തേക്ക് ഡാറ്റ ഉപയോഗം നീട്ടിക്കിട്ടുമെന്ന് കസ്റ്റമർ കെയറിൽ നിന്നും അറിയിപ്പ് കിട്ടുകയായിരുന്നു. ഉടനെ തന്നെ ബൽരാജ് 31 രൂപയ്ക്ക് റീചാർജ് ചെയ്തു. പക്ഷേ റീചാർജ് ചെയ്ത് കഴിഞ്ഞിട്ടും റീചാർജ് പ്രോസസ് ചെയ്യാൻ കഴിയില്ല എന്നാണ് ഫോണിൽ അറിയിപ്പ് വന്നത്. തുടർന്ന് പിറ്റേ ദിവസം ബാലൻസ് പരിശോധിച്ചപ്പോൾ ഡാറ്റ നീട്ടിക്കിട്ടിയിട്ടില്ല എന്ന് മനസ്സിലായി. വീണ്ടും വോഡഫോൺ കസ്റ്റമർ കെയറിലേക്ക് വിളിക്കുകയായിരുന്നു. അപ്പോൾ ഇത്തരമൊരു നിർദ്ദേശം കസ്റ്റമർ കെയറിൽ നിന്നും നൽകിയിട്ടില്ല എന്ന് അവർ പറഞ്ഞു. നിർദ്ദേശം ലഭിച്ചതായി പറഞ്ഞപ്പോൾ അവർ വീണ്ടും പറഞ്ഞു ഇത്തരമൊരു നിർദ്ദേശം പാസ് ചെയ്തിട്ടില്ല എന്ന്. 31 രൂപയുടെ ഓഫർ 2 ആഴ്ച മുൻപ് പിൻവലിച്ച ഓഫറാണ്. ഈ ഓഫർ നിങ്ങൾക്ക് പാസ് ചെയ്ത് തരില്ലെന്ന് അവർ തീർത്തു പറഞ്ഞു. സീനിയർ എക്സിക്യൂട്ടീവും ക്ഷുഭിതനായാണ് ബാലരാജിനോട് സംസാരിച്ചത്. നിങ്ങൾക്ക് ഓഫർ നൽകിയിട്ടില്ല എന്നാണ് ആ സീനിയർ എക്സിക്യൂട്ടീവും പറഞ്ഞത്. പിന്നീട് അവർ ഫോൺ കട്ട് ചെയ്യുകയായിരുന്നു. പക്ഷേ ബാലരാജിന്റെ ഫോണിൽ കോൾ റെക്കോർഡർ ഉണ്ടായിരുന്നു. ആ ഫോൺ സംഭാഷണവും റെക്കോർഡഡ് ആയിരുന്നു. ബാലരാജ് അന്ന് തന്നെ നാഷണൽ കൺസ്യൂമർ ഹെൽത്ത് കെയറിൽ പരാതി നൽകി. വോഡഫോണിനെതിരെയുള്ള കേസിനെ കുറിച്ച് ബാലരാജ് പറയുന്നത് ഇങ്ങനെയാണ്. ബാലരാജ് റെക്കോർഡ് ചെയ്ത ഓഡിയോ സംഭാഷണങ്ങൾ കേൾക്കാം. അല്ല സാർ, ഇത്രയും 22 or 23 എന്ന് സാർ ഇപ്പോൾ പറഞ്ഞു. ഈ 22 എക്സാക്ട് ഫാക്ട് ഞാൻ സാറിനോട് പറഞ്ഞ് മനസ്സിലാക്കി. നമ്മൾ ആ ആഴ്ചയിലെ സംസാരത്തിൽ കൊണ്ട് സാറിനോട് വളരെ മാന്യമായിട്ട് സംസാരിച്ചു. ഞാനും ഒരുവിധം മാന്യമായിരിക്കാൻ സംസാരിച്ചെന്നാണ് എനിക്കും തോന്നുന്നത്. സാറിപ്പോ എന്നോട് അന്ന് ഫുള്ള് വിളിച്ചു. എന്നോട് വളരെ മാന്യമായിരിക്കാൻ സംസാരിച്ചേക്കണം. അതിൽ വളരെ സന്തോഷമുണ്ട്. എനിക്ക് സാറിനോട് കാര്യങ്ങൾ ഇൻഫർമേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ, അതുകൊണ്ടാണ് ഞാനിപ്പോ എനിക്ക് എന്റെ ഭാഗത്തുനിന്നൊരു ചെറിയൊരു ഇത് വന്നപ്പോ തന്നെ ഞാനത് സാറിപ്പോ നമുക്കും വർത്താനം പറയുമ്പോ എന്താ പറയാ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെറിയ ധാരണ പറ്റും. മനുഷ്യന്മാരല്ലേ. നമ്മള് മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഉപ്പുമ്പളം കൂട്ടുന്ന നാവല്ലേ ചിലപ്പോ തെറ്റൊക്കെ പറ്റും. അത് ഇന്നത്തെ കേസ് അങ്ങനെ ഞാൻ എടുത്തിട്ടുള്ളൂ. മറ്റേ കേസ് അങ്ങനല്ല. ഇത് ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ. കാരണം ചിലപ്പോ എന്റെ നാവൊന്നും ചിലപ്പോ അബദ്ധ ചിലപ്പോ വല്ലതും ഡേറ്റ് മാറിയിട്ടൊക്കെ പറയാം. ഇത് ഞാൻ ഇന്നത്തെ ദിവസത്തെ സാറിന്റെ വർത്താനം ഞാൻ അങ്ങനെ എടുത്തിട്ടുള്ളൂ. കാരണം നമ്മൾ അത്ര ഇതിൽ സംസാരിച്ചു. പക്ഷെ ആ കേസ് അങ്ങനെയല്ല. തീർച്ചയായിട്ടും കസ്റ്റമർ പറഞ്ഞുതരാം. അതായത് ഞാൻ 22, 23 ഡേറ്റ് പറഞ്ഞത് സാറിന് 22 മിഡ്നൈറ്റിലാണ് വിഡ്രോ ചെയ്തത്. 11:59 സെക്കൻഡ്. അങ്ങനെയാണ് ബാക്ക് നമ്മൾ വിഡ്രോ ചെയ്യുന്നത്. അങ്ങനെയാണ് ഒരു വാലിഡിറ്റി തീരുന്നത് എങ്ങനെയാണോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് മിഡ്നൈറ്റിനാണ് അത് ചെയ്യത്തുള്ളൂ. അതൊരു 12 o'clock ടൈമിൽ അറ്റാച്ച് ചെയ്യുന്നത്. അപ്പൊ അതിനെ നമ്മൾ ഞാൻ അതാണ് സാറിനോട് ഒന്ന് ഫസ്റ്റ് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോ 22 or 23 എന്ന് പറയാൻ കാരണം 22 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് 21st മിഡ്നൈറ്റ് ആവാൻ ചിലപ്പോൾ അങ്ങനെ സാർ മറ്റൊരാളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്. 22 or 23, 22 മിഡ്നൈറ്റ് ആണ് എക്സാക്ട് ബാക്ക് വിഡ്രോ ചെയ്ത ഡേറ്റ്. ഓക്കെ. അപ്പൊ ഞാൻ ആ പറഞ്ഞ എക്സിക്യൂട്ടീവിനെ എന്തുകൊണ്ട് ആള് 26 പറഞ്ഞു നോക്കട്ടെ. അല്ല, 26 എന്തുകൊണ്ടാണെന്നുള്ളത് ഞങ്ങൾ വാലിഡേറ്റ് ചെയ്തോളാം. ഓക്കെ. ഞാൻ ഇപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. കോളേജ് സാറ് ചെക്ക് ചെയ്യാം. ഇത് ഇപ്പൊ ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത്ര സാറിനോട് വെക്കാൻ പറഞ്ഞു. സാർ ഒരു 10 മിനിറ്റിനുള്ളിൽ വിളിക്കാന്ന് പറഞ്ഞു. ആ ടൈമിലാണ് ഞാൻ വേറെ വിളിച്ചത്. അപ്പോഴാണ് എന്നോട് പറഞ്ഞത് 26. ഒക്കെ ഇപ്പൊ നടന്നു തന്നെ. കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ നടന്നത്. ശരി. ഓക്കെ.